ഹലോ. അപ്പോൾ നമുക്ക് ഒന്നാം ക്ലാസ്സിലെ ചാപ്റ്റർ 1ൻ്റെ മൂന്നാമത്തെ ഭാഗം നോക്കാം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ റോഡിലൊക്കെ ഉണ്ടാകുന്നൊരു കല്ലാണ് അല്ലേ. ഇന്ന സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട്, എത്ര കിലോമീറ്റർ ഉണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംവിധാനമാണത്. നമുക്ക് നോക്കാം. ഈ റാ ഈറം. നമ്മൾ ആ ഇ ഉ എന്നുള്ളതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ട് ക്ലാസ്സിലിട്ടിട്ടുണ്ട് കേട്ടോ, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സിൽ. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക, മക്കളെ ഒന്ന് കാണിക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഇ ഉ എന്ന് എഴുതേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അതിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാനലൊന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ റാ ഈറം ഈറം ഈറം. ഈ ബാ റുൻ ഈ ബറുൻ ഈ ബറുൻ. ഈ ബി ലുൻ ഈ ബിലുൻ ഈ ബിലുൻ. ഈ റാ മുൻ ഈറമുൻ ഈറമുൻ. ഇറം ഇബറുൻ ഇബിലുൻ ഇറമുൻ. ആ ഉ ഇ ആ ഉ ഇ ആ ഉ ഇ ആ ഉ ഇ ആ ഉ ഇ. ഈ ബോക്സിൽ എന്താണ്? ഫതഹ, ലൊമ്മ, കസർ. നമ്മുടെ അക്ഷരത്തിൻ്റെ മേലെയാണ് എന്ത് ചെയ്യുന്നത്, ഫതഹയും ലൊമ്മയും കൊടുക്കുന്നത്. കസർ കൊടുക്കുക അക്ഷരത്തിൻ്റെ താഴെ. ഇ ബി ഉണ്ടോ? ഫതഹ, ലൊമ്മ, കസർ. ക്ലിയർ ആണല്ലോ. അടുത്തത് എന്താണ്? നഖ്റ. നമുക്ക് വായിക്കാം. ഇവിടെ ഒരു ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ നേരെ ഹാരോ കൊടുത്തിട്ട് 3 അക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എന്ന അക്ഷരത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ മുന്നേ ചേർത്തിട്ട് വായിക്കാം. ഈ ബ റുൻ ഈ ബറുൻ ഈ ബറുൻ. ഈ ബി ലുൻ ഈ ബിലുൻ ഈ ബിലുൻ. ഈ റാ മുൻ ഈ റമുൻ. പിന്നെയോ ലോ മുറബഅൻ അല ഇ. ഈ ബോക്സിലുള്ള വാക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ എന്ന അക്ഷരത്തെ നമ്മളൊരു ബോക്സിലാക്കി കൊടുക്കുക, റൗണ്ടിലാക്കി കൊടുക്കുക കേട്ടോ. ഉ റാ ബുൻ. ഇവിടെ ഈ ഉണ്ടോ? ഇല്ല, ഇവിടെ ഉ ആണല്ലേ. അപ്പോൾ നമ്മൾ ഊന് എന്ത് ചെയ്യണ്ട, ബോക്സിലാക്കണ്ട. ഈ എന്ന അക്ഷരത്തെ മാത്രം ആക്കിയാൽ മതി കേട്ടോ. ഈ ബി ലുൻ. ഇവിടെ ഒരു ഈ ഉണ്ട് അല്ലേ. പിന്നെയോ ഈ റാ മുൻ ഈ റമുൻ. ഇവിടെയും ഒരു ഈ ഉണ്ട്. അടുത്തത് ആ ബുൻ ആ ബുൻ. നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ബുക്കിൽ നോക്കുക കേട്ടോ. അടുത്തത് എന്താണ്? ഊനെ നമുക്ക് കണ്ടെത്താം. എവിടെ ഊ? എത്ര ഊ ഉണ്ട് നോക്കാം. ഇതെന്താണ്? ആ. ഇതോ ഊ. അപ്പോൾ ഫസ്റ്റത്തെ ഊത അല്ലേ, 1. പിന്നെ ഈ. അടുത്തതോ ഊ. ഇവിടെ ഒരു ഊ ഉണ്ട്. അപ്പോൾ എത്ര ഊ ഉണ്ട്? 2 ഊ ഉണ്ട് അല്ലേ. പിന്നെന്താണ്? നർസും. നമുക്ക് കുത്തിനെ യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, അക്ഷരാക്കുക അല്ലേ. കുത്തിലൂടെ നേരെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അതിനെ യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഉ ഈ ആ ഉ ഈ എന്നുള്ള അക്ഷരം എന്ത് ചെയ്യും, അവിടെ കിട്ടും. അടുത്തത് നക്തുബ്. നമുക്ക് ഈ ബോക്സിലുള്ളത് നോക്കിയിട്ട് താഴെ എഴുതി കൊടുക്കുക. എപ്പോഴും പറയുന്ന പോലെ ഇവിടെ നിന്നും എന്ത് ചെയ്യണം, മുകളിലേക്ക് എഴുതി കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ആ
ഉ ഇ. ഇത് മൂന്നും ഇവിടെ എന്ത് ചെയ്യുക, ഉഷാറായിട്ട് എഴുതി കൊടുക്കാം. പിന്നെന്താണ് ലാസ്റ്റിലുള്ളത്, നക്തഷിഫ് ഈ മിനൽ ഖുർആൻ. ഇവിടെ കുഞ്ഞ ഒരു ആയത്തിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എന്ന അക്ഷരം നമുക്ക് കണ്ടെത്തി നോക്കാം. ഇന്ന അജലല്ലാഹി ഇദാ ജാഅ ലാ യുഅഖർ. ഇതിലെവിടൊക്കെയുണ്ട് ഈ? ഫസ്റ്റിൽ തന്നെ ഒരു ഈ ഉണ്ട് അല്ലേ. പിന്നെ വരുന്നതോ ഇതേതാ? ഇത് ഈ അല്ല, ഇത് ആ. അപ്പോൾ ഫസ്റ്റ് ഒരു ഈ ഉണ്ട്. പിന്നെ ഇങ്ങനെ വന്ന് 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 ഇവിടെ എന്തുണ്ട്, ഒരു ഈ ഉണ്ട് അല്ലേ. അപ്പോൾ 2 ഈ എന്തുണ്ട്, ഈ ഒരു ആയത്തിൽ ഉണ്ട്. അപ്പോൾ ഉഷാറല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉഷാറായിട്ട് പഠിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.